ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. കാരണം ഇന്ന് നമ്മുടെ ചാനലിന് 10,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ട്രോൾ വീഡിയോസ് മാത്രമാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് ആളുകൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കുട്ടികളെല്ലാവരും ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ചിലർ ലാപ്ടോപ്പിലായിരിക്കാം, ചിലർ കമ്പ്യൂട്ടറിലായിരിക്കാം, ചിലർ മൊബൈലിലായിരിക്കാം. ഇപ്പൊ ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സിസ്റ്റം സ്ലോ ആവുക എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ സിസ്റ്റം സ്ലോ ആവുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ടെക്നീഷ്യനെ വിളിക്കും. എന്നിട്ട് അവർ വന്നിട്ട് നോക്കിയിട്ട് പല കാര്യങ്ങളും നോക്കിയതിനു ശേഷം ചിലപ്പോൾ അവർ പറയുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റാം മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റുക, അതും അല്ലെങ്കിൽ അതിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ വിൻഡോസ് പുതിയത് ഫ്രഷ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ പറയുക അവർ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒന്ന് ചെലവ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ ചെലവ് കൂടിയ കാര്യങ്ങളിലേക്ക് കിടക്കാതെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും വിൻഡോസ് 10 ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കുന്നത്. മുമ്പ് വിൻഡോസ് XP ഉണ്ടായിരുന്നു, 7 ഉണ്ടായിരുന്നു, 8 ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ നിർത്തി. ഇപ്പൊ വിൻഡോസ് 10 ആണ് എല്ലാവരും പുതിയ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കുന്നത്. വിൻഡോസ് 10നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ അപ്ഡേഷൻ ആണ്. ഈ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ സിസ്റ്റം ഭയങ്കരമായിട്ട് സ്ലോ ആവും. ഈ അപ്ഡേഷൻ പല സമയത്തും നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഈ ഓട്ടോമാറ്റിക് നടക്കുമ്പോൾ പല ആളുകളും ഉപയോഗിക്കുന്നത് മൊബൈൽ നെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നെറ്റ് ഉപയോഗിക്കുന്നത്. മൊബൈൽ നെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ നെറ്റ് ഓൺ ചെയ്തിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കൊണ്ടാണ് നെറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് വിൻഡോസ് അപ്ഡേഷനും കൂടി നടക്കുമ്പോൾ നമ്മുടെ നെറ്റ് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഡാറ്റ തീർന്നു പോകും. അപ്പൊ അതിനുള്ള ഒരു 3 ടിപ്സ് ആണ് ഞാനെന്ന് പറയുന്നത്. ആദ്യം തന്നെ ഈ വിൻഡോസ് അപ്ഡേഷൻ ഓട്ടോമാറ്റിക് നടക്കുന്നത് എങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതാണ്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, വിൻഡോസ് 10 ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ വിൻഡോസ് 10ന്റെ നേരെ താഴെ നമുക്ക് കാണാം ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ളിടത്ത് സർവീസസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കാണുന്ന ആദ്യത്തെ ആ ഒരു സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ ലിസ്റ്റിൽ നിന്ന് വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിൻഡോസ് അപ്ഡേറ്റ് W അടിച്ചു കഴിഞ്ഞാൽ നേരെ W ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതിൽ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിൻഡോസ് അപ്ഡേറ്റ് കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഓട്ടോമാറ്റിക്, ഡിലേറ്റ് സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക്, മാനുവൽ, ഡിസേബിൾഡ് എന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ മാനുവലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൽ ഡിസേബിൾഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക് വിൻഡോസ് അപ്ഡേഷൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി മുതൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ വിൻഡോസ് അപ്ഡേഷൻ കൊണ്ട് സംഭവിക്കുന്ന ആ ഒരു ഹാങ്ങിങ് പ്രോബ്ലം നമുക്ക് ഇതുകൊണ്ട് സോൾവ് ആവും. പിന്നീട് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ C ഡ്രൈവിൽ ടെമ്പററി ഫയലുകൾ സേവ് ആവും. ഈ ടെമ്പററി ഫയലുകളും ചിലപ്പോൾ ഒരുപാട് സൈസ് കൂടിയതൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 1 GB ഉള്ളതുണ്ടാവും, ചിലപ്പോൾ MB ഉള്ളതുണ്ടാവും. അപ്പോൾ ആ ഫയലുകളൊക്കെ അത് അവിടെ കിടക്കും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന സോൾവ് പ്രശ്നങ്ങളും കൂടി നമുക്കൊരു പരിധി വരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനും ഇത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ഹിയർ ടു സെർച്ച്, അവിടെ temp എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ആദ്യം വരുന്ന ഈ ഒരു ബോക്സ് ആണ്. അവിടെ കാണുന്നത് ഈ ഫയലുകൾ ഫുള്ള് ടെമ്പററി ഫയലുകളാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫയലിന്റെ ഒക്കെ ടെമ്പററി ഫയലുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ആദ്യം Ctrl+A കൊടുക്കുക. ഓൾ സെലക്ടിനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+A. എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക. ആ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില ഫയലുകളൊന്നും ഡിലീറ്റ് ആവില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ ടെമ്പററി ഫയൽ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിരുന്നു. ഇപ്പോൾ ചില ഫയലുകൾ ഡിലീറ്റ് ആവില്ല. കാരണം നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ടെമ്പററി ഫയലായിരിക്കും അത്. അതുകൊണ്ട് കുറച്ച് ഫയലുകളെ പോവുള്ളൂ. അപ്പോൾ പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നും കൂടി ഇതേപോലെ തന്നെ %temp അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സാധാരണ കമ്പ്യൂട്ടറിൽ എല്ലാവരും ആന്റിവൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഈ വിൻഡോസ് 10നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെപ്പറേറ്റ് ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല.
കാരണം ഇതിൽ തന്നെ വിൻഡോസ് ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നിലവിലുണ്ട്. ആ സോഫ്റ്റ്വെയർ വളരെ ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ പെൻഡ്രൈവ് ഒക്കെ കുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൽ വൈറസ് ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് വേറെ ഒരു ആന്റിവൈറസ് ഇപ്പോൾ കാസ്പർസ്കൈയോ അവിയറ പോലുള്ള ആന്റിവൈറസ് ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇടുമ്പോൾ കൂടുതൽ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആന്റിവൈറസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനും ഇവിടെ തന്നെ കൺട്രോൾ പാനൽ എന്ന് അടിച്ചു കൊടുക്കുക. കൺട്രോൾ പാനൽ എന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ആന്റിവൈറസ് ഇപ്പോൾ കാസ്പർസ്കൈയോ അവിയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാം. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ അൺഇൻസ്റ്റാൾ ആവും. ഇതിപ്പോൾ എൻ്റെ ആന്റിവൈറസ് ഇല്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ഓപ്ഷനാണുള്ളത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിന് സ്ലോ ആവുന്ന ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.